എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും അതുപോലെ തന്നെ ചപ്പാത്തി പൂരി ഇതിനൊക്കെ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കപ്പയില്ലേ, നമ്മുടെ ടപ്പിയോക്ക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കപ്പ, അത് വെച്ചിട്ടുള്ള ഒരു മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ കപ്പയും മീനും കൂടി വെറുതെ വേവിച്ച് അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് ഒരു അരപ്പൊക്കെ ചേർത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നല്ല സ്വാദുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഇവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമുള്ളതല്ല. ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തെ ആ തൊണ്ട് കളയണം. ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. കണ്ടോ, ഇത്രയും പീസസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഇനി കഴുകിയെടുത്തു. ഇനി വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് ചെറുതാക്കണ്ട, ഒരുവിധം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നടുക്കുള്ള ആ വേരൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. വീണ്ടും എന്നിട്ട് ഫുൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ കഴുകി വയ്ക്കണം. ഇനി ഇവിടെ ഒരു പാനോ ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, സ്റ്റീലിൻ്റെ. അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചു. എന്നിട്ട് ഈ നമ്മുടെ കപ്പയുടെ കഷ്ണങ്ങൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കപ്പയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി വെക്കണം. കുറച്ച് തേങ്ങ, അത് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട്. 2 ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ കപ്പ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നാലേ ഈ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. നല്ലതുപോലെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ കപ്പ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതായത് ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ ഊറ്റിക്കളയണം. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ അരിച്ചെടുത്താലും മതി. ആ കപ്പയുടെ കഷ്ണങ്ങളൊക്കെ വെള്ളമില്ലാതെ എടുത്ത് മാറ്റി വയ്ക്കണം. ഇനിയും ഇതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് എടുക്കുന്നത്. അതൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കപ്പയുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയല്ലോ, അത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ ഇപ്പം ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ? അല്പം വെള്ളവും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിം വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ആദ്യം ഉപ്പ് നമ്മൾ ഇട്ടതാണ്, എങ്കിലും കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. അതുകൊണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ആ മസാലയിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, തേങ്ങ ജീരകമൊക്കെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടാണല്ലോ, എന്ന് വെച്ചാൽ അധികം വെള്ളം പോലെയല്ല, കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒന്നിളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ തിളയ്ക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ചാലും കുഴപ്പമില്ല. കറി ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് എന്തെങ്കിലും ഉപ്പോ വല്ലതും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും ഇതിലേക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിടാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ കടുകും പിന്നെ
ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കപ്പ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാം, ചോറിനും കഴിക്കാം. കപ്പ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ മസാലക്കറി കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.